പറഞ്ഞു കേട്ട ഒരു കഥ പറയാം. ഒരു ദിവസം മുഖത്ത് വലിയ വിഷമവുമായി ഒരു കർഷകൻ ഗ്രാമത്തിലെ സന്യാസിയുടെ അടുത്തേക്ക് വന്നു. അവൻ്റെ കയ്യിൽ ഒരു വലിയ മത്തങ്ങ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, ഗുരുവേ, ഒരു യാത്രയിൽ പരിചയപ്പെട്ട സുഹൃത്ത് തന്ന വിത്തിൽ നിന്നും ഉണ്ടായതാണിത്. വളരെ വിശേഷപ്പെട്ട വിളയെന്നാണ് അന്ന് അവൻ പറഞ്ഞത്. ആ വിത്തുകൾ ഞാൻ വളരെ സ്നേഹത്തോടെ നട്ടു പരിപാലിച്ചു വളർത്തി. ഭീമമായ മത്തങ്ങകളായി വളരുമ്പോൾ നല്ല വില കിട്ടുമല്ലോ എന്നോർത്ത് മനസ്സ് സന്തോഷത്തിലായിരുന്നു. പക്ഷേ അവനൊരു ദീർഘനിശ്വാസം വിട്ടു. ഇത് മൂത്തുപോയതിനാൽ കച്ചവടക്കാർ വാങ്ങുന്നില്ല. സാധാരണ മത്തങ്ങ പോലെ ഉപയോഗിക്കാനും പറ്റുന്നില്ല. എൻ്റെ ഇത്രയും നാളത്തെ കഷ്ടപ്പാടിനൊരു വിലയുമില്ലാതെയായി. ഈ ചെടികൾ വെട്ടിക്കളയണമോ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. സന്യാസി അവൻ പറഞ്ഞതെല്ലാം ശ്രദ്ധയോടെ കേട്ടു. ശേഷം ശാന്തനായി ചോദിച്ചു, നീ ഇതിനെ എത്തിക്കേണ്ടിടത്താണോ എത്തിച്ചത്? ആ മനുഷ്യൻ ആശയക്കുഴപ്പത്തോടെ നോക്കി. ഗ്രാമത്തിലെ വാദ്യോപകരണശാല ചൂണ്ടിക്കാട്ടി അദ്ദേഹം പറഞ്ഞു, ഇത് ബറ എന്ന സംഗീതോപകരണം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആഫ്രിക്കൻ മത്തങ്ങയാണ്. നീ ഇതിനെ അവിടെ എത്തിക്കൂ. അവരുടെ കയ്യിൽ ഇത് ആരെയും ത്രസിപ്പിക്കുന്ന ശബ്ദമായി മാറും. നിനക്ക് നല്ല വരുമാനവും കിട്ടും. അദ്ദേഹം തുടർന്നു, ഒരിടത്ത് ഉപയോഗശൂന്യമായി തോന്നുന്നത് മറ്റൊരിടത്ത് അമൂല്യമായിരിക്കും. എല്ലാ വസ്തുക്കളും എല്ലാ കൈകൾക്കുമുള്ളവയല്ല. ഒന്നിൽ ചേർന്നില്ലെന്ന് വെച്ച് ഒന്നിലും ചേരാതിരിക്കില്ല. അർഹിക്കുന്ന സ്ഥലത്തെ എന്തിനും മൂല്യമുണ്ടാവുകയുള്ളൂ. ഓർക്കുക, നാം ഉപയോഗശൂന്യമാകുന്നത് നമ്മൾ തെറ്റായ ഇടങ്ങളിലാവുമ്പോൾ മാത്രമാണ്. ശരിയായ സാഹചര്യങ്ങളിൽ മാത്രമേ കഴിവ് മൂല്യമുള്ളതാവുകയുള്ളൂ. സ്വന്തം മൂല്യം തിരിച്ചറിയുക. മറ്റുള്ളവരുടെ വാക്കുകേട്ട് സ്വയം നശിക്കാതിരിക്കുക. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലും വൈകുന്നേരം 7 മണിക്ക് ഒരു പുതിയ കഥയുമായി ഞാനുണ്ടാകും നിങ്ങളോടൊപ്പം.